ഇന്നലെയായിരുന്നു കേരള ലോട്ടറിയുടെ തിരുവോണം ബമ്പർ നറുക്കെടുപ്പ് നടക്കേണ്ടിയിരുന്നത്. എന്നാൽ ഇത് ഒക്ടോബർ 4-ലേക്ക് നീട്ടിവെക്കുകയായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ കനത്ത മഴയിൽ ടിക്കറ്റ് വിൽപ്പന തടസ്സപ്പെട്ടതും GSTയിലുണ്ടായ മാറ്റവും കണക്കിലെടുത്താണിത്. 25 കോടിയാണ് ഒന്നാം സമ്മാനം. രണ്ടാം സമ്മാനം 1 കോടി രൂപ വീതം 20 പേർക്കും, മൂന്നാം സമ്മാനം 50 ലക്ഷം വീതം 20 പേർക്കും ലഭിക്കും. ആരൊക്കെയാകും ഭാഗ്യവാന്മാർ എന്ന ആകാംക്ഷയിലാണ് ഏവരും. ഈ സാഹചര്യത്തിൽ 2022-ലെ ഓണം ബമ്പർ അടിച്ച അനൂപിന് പുതിയ ഭാഗ്യശാലിയോട് ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കുകയായിരുന്നു അനൂപ്. എത്ര പൈസ അടിച്ചാലും 6 മാസം ആരോടും പറയാതിരിക്കുക. വേറൊന്നും കൊണ്ടല്ല, എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ പറയുന്നത്. പണം എല്ലാവർക്കും ആവശ്യമുള്ളതാണ്. നമ്മളോട് ചോദിക്കുമ്പോൾ കൊടുക്കാൻ പറ്റാത്ത അവസ്ഥയാകും. ബന്ധങ്ങൾ തകരാൻ വലിയ സമയം വേണ്ട. പൈസയുടെ രീതിയിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നുണ്ട്. ടാക്സിന്റെ കാര്യം പലർക്കും അറിയില്ല. ക്യാഷ് ഉള്ളവരുടെ കയ്യിലേക്കാണ് വരുന്നതെങ്കിൽ അവർക്കൊരു ധാരണ കാണും. അല്ലാത്തവർക്ക് അതുണ്ടാകില്ല. 6 മാസം ക്യാഷ് തൊടാതിരിക്കുക. ആരോടും പറയാതിരിക്കുക. 25 കോടി ആദ്യം കൊണ്ടുവന്നപ്പോൾ എനിക്കാണ് അടിച്ചത്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നും ഇല്ലായിരുന്നു. എനിക്ക് മനസ്സിലായത് എന്തെന്ന് വെച്ചാൽ, അടിച്ചു കഴിഞ്ഞാൽ ആരോടും പറയരുത്. നമ്മുടെ വീട്ടിൽ ധാരാളം ആളുകൾ വരും. എനിക്ക് 2-3 മാസം വരെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റിയിരുന്നില്ല. കൊച്ചിനെയും കൊണ്ട് ആശുപത്രിയിൽ പോകാൻ പോലും പറ്റിയിരുന്നില്ല. ആ അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാകാതിരിക്കണമെങ്കിൽ പരമാവധി ആരോടും പറയാതിരിക്കുക. ലോട്ടറി അടിച്ച ഉടൻ ഒന്നുകിൽ ബാങ്കിൽ അല്ലെങ്കിൽ ലോട്ടറി ഓഫീസിൽ കൊടുക്കുക. ടാക്സും കാര്യങ്ങളുമെല്ലാം കഴിഞ്ഞ് പണം കയ്യിൽ വന്ന ശേഷം മാത്രം പറയുക. പുറത്ത് എന്തായാലും പറയണം. അല്ലെങ്കിൽ ആ പണം കൊണ്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ ആളുകൾ കള്ളപ്പണമാണെന്നൊക്കെ പറയും. ഞാൻ ഡയറക്റ്റായി ബാങ്കിലാണ് കൊടുത്തത്. 1 മാസം കൊണ്ട് കാശ് കിട്ടി. ലോട്ടറി ഓഫീസിലാണ് കൊടുക്കുന്നതെങ്കിൽ കുറച്ചുകൂടി നേരത്തെ കാശ് കിട്ടും. അത് എനിക്ക് അറിയില്ലായിരുന്നു. ലോട്ടറി ഡിപ്പാർട്ട്മെന്റിന്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്നത് നല്ലതാണ്. ഓരോ സ്കീമും കാര്യങ്ങളും ടാക്സിനെ കുറിച്ചുമൊക്കെ പറഞ്ഞു തരും. പലരും പറയുന്നുണ്ട് ലോട്ടറി പൈസ നശിച്ച പൈസയാണ്, കയ്യിൽ നിൽക്കില്ലെന്ന്. പലരും പലതും പറയും. നമുക്കൊരു 5 രൂപ കിട്ടിയാലും ആഡംബരം കാണിക്കാതെ ബുദ്ധി ഉപയോഗിച്ച് ഇരട്ടിപ്പിക്കുക. ഞാൻ 2 വർഷം ആ പൈസ തൊട്ടിട്ടില്ല. എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടുമായിരുന്നു. സിനിമ എടുക്കാമായിരുന്നു. അങ്ങനെ പല ജോലികൾ വന്നു. ഞാൻ ഒന്നും ചെയ്തില്ല. ആ പൈസ ഫിക്സ്ഡായി ഇട്ട് അതിന്റെ പലിശ കൊണ്ടേ ചെയ്തിട്ടുള്ളൂ. ബമ്പർ അടിച്ച സമയത്ത് സന്തോഷമുണ്ടായിരുന്നു. അത് ഞാൻ എല്ലാവരെയും വിളിച്ചറിയിച്ചു. അതെനിക്ക് വലിയ മണ്ടത്തരമായി പോയി. ആരെ കയ്യിലാണോ പൈസ ഉള്ളത് അവരോട് ആളുകൾ ചോദിക്കും. പക്ഷേ നമുക്ക് കൊടുക്കാൻ പറ്റണമെന്നില്ല. എന്റേതായ കുറെ പരിമിതികൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് പ്രശ്നങ്ങളും ഉണ്ടായി. ചോദിക്കുമ്പോൾ കൊടുത്തില്ലെങ്കിലും പ്രശ്നമാണ്, അനൂപ് പറഞ്ഞു.